സർ, പഹൽഗാം ഭീകരാക്രമണ കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് NIA. 15 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രദേശവാസികളായ കാശ്മീരിൽ തന്നെയുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ആ ഭീകര സംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവർ ആണെന്നാണ് വിവരം. എന്താണ് സാർ ഈ അറസ്റ്റ് വ്യക്തമാക്കുന്നത്? പ്രശാന്ത്, നമുക്ക് ഈ സൂചനകൾ നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ നമ്മൾ അച്ചടക്കമുള്ള ഒരു മാധ്യമം എന്നുള്ള നിലയിലാണത് പുറത്തു വിടാതിരുന്നത്. ത്രാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ത്രാൽ എന്ന സ്ഥലത്താണ്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ വനമേഖലയാണ്. ത്രാൽ പഹൽഗാം ഒരു ഗ്രാമമാണ്. അത് ശരിക്കും ഒരു വനഗ്രാമമാണ്. അതെ, പഹൽഗാം ഒരു വനമേഖലയാണ്. പഹൽഗാമിൽ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തുകാരുടെ പട്ടിണിയെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെയാണ് പോയത്. കാരണം പഹൽഗാമിൽ പോയിട്ട് എപ്പോൾ തിരിച്ചു വരാം എന്നറിയില്ല. കാറും ഒന്നും അങ്ങനെ പോവില്ലല്ലോ. കഴുത പോലുള്ള കുതിരകളാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് പോയപ്പോൾ ഒരു കുട്ടി ഓടി വന്നു. നല്ല സുന്ദരിയായ കുട്ടി, കാശ്മീരിലെ കുട്ടിയല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വലിയ പണക്കാരിയായ കുട്ടിയായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു. അവളിങ്ങനെ വന്നു. ഈ ചോക്ലേറ്റിലാണ് അവരുടെ നോട്ടം. അപ്പോൾ വൈഫ് ഒരു ചോക്ലേറ്റ് എടുത്ത് കൈ കൊടുത്തു, വലിയ ചോക്ലേറ്റ് ബാറായിട്ട്. ആ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ സന്തോഷം കൊണ്ട് ഇത് ഓടി അങ്ങ് പോവുക. പോയി കഴിഞ്ഞ് രണ്ടാമതുണ്ട് അവളുടെ അനിയത്തിയെ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നു ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി. ആ ചോക്ലേറ്റിനുള്ള കൊതി. ഈ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് അപൂർവമായിട്ടേ കിട്ടാനുള്ളൂ. ആഹാരം തന്നെ അപൂർവമായിട്ടുള്ള പട്ടിണിക്കാരാണ്. ആ പട്ടിണിക്കാരുടെ പരിവട്ടം മുതലെടുത്തുകൊണ്ടാണ് അവിടെ ഭീകരവാദികൾ താമ്പടിച്ചവർ. വിദ്യാഭ്യാസവും ഇല്ല. വേറൊരു സ്ത്രീ വന്നു, പ്രായമായൊരു സ്ത്രീ. ഞാൻ ചോദിച്ചു അവർക്ക് പൈസ ഇങ്ങനെ കൈ നീട്ടുക, പൈസ കിട്ടണം. പൈസ കൊടുത്തു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് റേഷൻ കാർഡില്ലേ? സൗജന്യ റേഷനുണ്ട്. റേഷൻ കാർഡില്ല. അയ്യോ. നിങ്ങൾക്ക് ആധാർ കാർഡുണ്ടോ? അതുമില്ല. അത് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആരാ? അതുമില്ല. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ആ കാട്ടിനകത്താണ്. പഞ്ചായത്തില്ല, തദ്ദേശ ഭരണ സ്ഥാപനമില്ല, ജനപ്രതിനിധി ആരെന്ന് അവർക്കറിയില്ല. ഉണ്ടാവും ജനപ്രതിനിധി എന്തായാലും, അതാരെന്നറിയത്തില്ല. അത്ര നിരക്ഷരരും നിർധനരുമായിട്ടുള്ള ജനങ്ങളാണ്. ആ വീടുകളിൽ പോയി ഈ ഭീകരവാദികൾ വന്നിട്ട് എന്നെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ താമസിപ്പിക്കാതിരിക്കുമോ? അതാണ് അവരുടെ ഈ നിരക്ഷരതയെ, ദാരിദ്ര്യത്തെ മുതലെടുത്തും ഭീഷണിപ്പെടുത്തും കൊണ്ടാണ് അവരിവിടെ താമസിച്ച് തമ്പടിക്കുന്നത്. ഇവർക്കറിയില്ല ഇത് ചെയ്യാൻ പോകുന്നത് ക്രൂരകൃത്യങ്ങളാണെന്ന്, മഹാപാപങ്ങളാണെന്ന്, താമസിച്ചു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു സന്ദർശനം കൊണ്ട് എന്നെക്കാൾ അറിയാവുന്ന അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പറയുന്ന സ്ഥലം ഈ പഹൽഗാമും അതുപോലെ വനമേഖലയാണ്. അതെ, ആ മേഖലയിലെ സംഭവങ്ങളാണിത്. ആ പാവങ്ങളെ ചൂഷണത്തിൽ നമ്മുടെ ഛത്തീസ്ഗഡിലും ഒക്കെ ജാർഖണ്ഡിലും ഒക്കെ നക്സലുകൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചൂഷണം ചെയ്ത് താമസിക്കുന്നത്. ഇവരെ നേരത്തെ പാവപ്പെട്ട ഗ്രാമീണരെ ഭീഷണിപ്പെടുത്തിയും അവരെ സ്വാധീനിച്ചും പ്രലോഭിപ്പിച്ചും. എക്സാക്ട്ലി. ഈ NIA എന്ന് പറയുന്നത് ഓപ്പറേഷൻ നടത്തുമ്പോൾ തന്നെ ആരാണെന്ന് കണ്ടെത്തിയിട്ട് അത് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടാണല്ലോ ഇവർ വരുന്നത്. അതെ, എല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നു. ആ മനസ്സിലാക്കി തന്നെയല്ല, നേരത്തെ തന്നെ ഇൻ്റലിജൻസ് ഇതിനെപ്പറ്റി സൂചന നൽകിയിരുന്നതുമാണ്. തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ചു. ഗൗരവമായിട്ട് എടുത്തില്ലെന്ന് മാത്രം. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് വ്യക്തമായിട്ട് ബോധ്യം NIAക്കുണ്ട്. അവരുടെ ഓപ്പറേഷൻ അറിയാമല്ലോ. എല്ലാം സൈബർ ഇൻപുട്സ് വഴിയാണ് എല്ലാ കാര്യങ്ങളും ശേഖരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ശേഖരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് തെളിവുകൾ ഓൺ ദ സ്പോട്ട്. ഇതെല്ലാം മാച്ച് ചെയ്യുന്ന തരത്തിൽ കൊറാബറേറ്ററി എവിഡൻസ് നമ്മൾ പറയുമല്ലോ, ആ എവിഡൻസ് എല്ലാം കൂടെ മാച്ച് ചെയ്യുന്ന തരത്തിൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റ് വെളിപ്പെടുത്തിയത്. നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യും, അതാണ് അതിൻ്റെ രീതി. പക്ഷേ നമുക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രഹസ്യമായിട്ട് വെച്ചിരുന്ന ഇപ്പോൾ എല്ലാ തെളിവുകളും മാച്ച് ചെയ്തതോടുകൂടി ധൈര്യമായിട്ട് പുറത്തു വിട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ കേൾക്കുന്നത് ഈ ഭീകരർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത ആൾക്കാരും ഈ 15 പേരിലുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ട 15 പേരിലുണ്ടെന്നാണ്. അതായത് ഭീകരർ നിരായുധീകരായി അവർ ആയുധമൊന്നുമില്ലാതെ ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇത് ഏതാണ്ട് അതിർത്തിയിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ അകത്തേക്കാണ് ഈ പ്രദേശം. അവിടെ എത്തിയതിന് ശേഷം അവർക്ക് ആയുധം കൈമാറി. അത് ഈ കൈമാറിയതിൽ ഈ 15 പേരിൽ ചിലർ ഈ ആയുധം കൈമാറിയവരാണ് എന്നാണ് ഇപ്പോൾ NIA പറയുന്നത്. എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവർ പക്ഷേ ഇന്ത്യയോട് കൂറുള്ളവർ തന്നെയായിരിക്കാം. പക്ഷേ ഈ മഹാഭാവികൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഇവർക്കറിയില്ല. ഇവരെ പറഞ്ഞു ഇന്ത്യക്കാരെ ചതിക്കാമെങ്കിൽ അവരെയും ചതിക്കാമല്ലോ. അവർക്ക് പണം കൊടുത്തു കാണും. അവർക്ക് പണം കിട്ടി, അവർ കച്ചവടം മാത്രമായിട്ട് അവർ കാണുന്നുള്ളൂ. കൊല്ലാൻ പോവുകയാണെന്നൊരു വിവരം പോലും അവർക്ക് കാണില്ല.
ഈ ഭീകരരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചവർ. പക്ഷേ അവർ ശിക്ഷ അർഹിക്കുന്നു. കാരണം അറിഞ്ഞായാലും അറിയാതായാലും മഹാപാതകത്തിന് കൂട്ടുനിന്നവരെ കുറ്റവാളികൾ തന്നെയാണ്, ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനി ഇതുപോലെ ആർക്കും അബദ്ധം പറ്റാൻ പാടില്ല. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത് നമുക്ക് യാതൊരു തരത്തിലും ഒരു സാധൂകരണം നൽകുന്നില്ല, ശിക്ഷയിൽ നിന്ന് ഇളവും നൽകുന്നില്ല. അതുപോലെ തെറ്റ് തന്നെയാണ്. ഇത്ര പേരുടെ കൊലപാതകത്തിൽ കലാശിച്ചാണ്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു രാജ്യത്തിനും കൈമാറാനുള്ള, പാകിസ്ഥാനായാലും ചൈനയ്ക്കായാലും ടർക്കിക്കായാലും കൊടുക്കാനുള്ള തെളിവുകളാണ് നമുക്കിപ്പോൾ നേരിട്ട് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ NIA-യുടെയും അതുപോലെ ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിൻ്റെയും കഴിവാണ് ഇത് വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ്റെ അതിർത്തിയിലേക്ക് സമർത്ഥമായിട്ട് കടന്നു പോകാനുള്ള എല്ലാ ശ്രമങ്ങളും ആദ്യമേ തന്നെ അവർ അടച്ചു. കാരണം അതിർത്തി മുഴുവൻ സുരക്ഷിതമാക്കി. അട്ടാറ അതിർത്തി, വാഗ ബോർഡർ ക്ലോസ് ചെയ്തു. ഈ വനമേഖല മുഴുവനും സൈന്യം വളഞ്ഞിരിക്കുകയാണ്. അത് ക്ലോസ് ചെയ്തു. അത് പഞ്ചാബിന്റെ അതിർത്തിയിലാണെങ്കിലും അതുവഴി പോകാൻ പറ്റില്ല. വനമേഖല ജമ്മുവിലേക്ക് കടക്കാൻ പറ്റില്ല. വനമേഖല മുഴുവൻ പട്ടാളത്തെ വിന്യസിച്ചിരിക്കുകയാണ്. പട്ടാളം എന്ന് പറഞ്ഞാൽ CRPF, അവരെ വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഇഞ്ചും അവർ സുരക്ഷിതമാണ്. ഇത് വളരെ കൃത്യമായിട്ട് തെക്കൻ കാശ്മീരിലെ വനമേഖലയിലാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത്. അതെ. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവർ വനമേഖലയിൽ തന്നെ ഇരുന്നു. വീടുകളിൽ മുഴുവൻ അവര് അരിച്ചു പരിശോധിച്ചു. സൈന്യവും അതെ അർദ്ധസൈനിക വിഭാഗം നല്ലപോലെ കഷ്ടപ്പെട്ടവരെ അരിച്ചു പരിശോധിച്ചു. സംശയം തോന്നുന്ന വീടുകൾ തകർത്തു. അവിടെ ഇനി തിരിച്ചു വരാനാവാത്ത വിധം. എന്നിട്ട് എന്താ സംഭവം? വനമേഖലയിൽ ഇത്രയും നാൾ പിടിച്ചു നിന്നു. ഇപ്പൊ എത്ര? ഏപ്രിൽ 22-നല്ലേ സംഭവം നടന്നത്. ഇപ്പൊ എത്ര? 22 ഉച്ചയ്ക്ക് 6 ദിവസമായി. 6 ദിവസം കൊണ്ട് പട്ടിണിയാണ്. ആ വെള്ളം വേണമെങ്കിൽ അവിടെ കിട്ടും. എല്ലായിടത്തും, എല്ലാ വനങ്ങളിലും ഈ മലകളിൽ നിന്നുള്ള ചോലകൾ ഇങ്ങനെ ഒഴുകി വരും. ശുദ്ധമായ ജലം. ആ വെള്ളം കിട്ടും. പക്ഷേ ആഹാരം വേണ്ടേ? ഇവരൊക്കെ ഇത് അന്നേരം വിചാരിച്ചില്ല. ഇതൊക്കെ അവൻ ആഹാരം കിട്ടാതെ കൊണ്ട് ചില വീടുകളിലേക്ക് ചെന്നു. അത് സാർ, അങ്ങനത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാവിലെ. നമുക്ക് പല മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതായത് ഇവർ ഈ ത്രാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ചില ഗ്രാമങ്ങളിൽ, ഗ്രാമീണരുടെ വീടുകളിൽ ഇവർ ഭക്ഷണം ചോദിച്ച് ചെന്നു എന്നാണ്. അവരാകെ ഭയന്നു പോയി. പക്ഷെ വളരെ പെട്ടെന്ന് സൈന്യം അവിടെ എത്തി. അതിനോട് സൈന്യം അടുക്കുന്നു എന്ന് മനസ്സിലായ ഉടനെ ഇവർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. റഡാറിലാണ്, സൈന്യത്തിന്റെ റഡാറിലാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയനാട്ടിൽ ഈ നക്സലുകളില്ലേ, മാവോവാദികൾ, അവർ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് കൈയോടി പിടിച്ചു. ഇന്ത്യൻ പട്ടാളത്തെ NIA-യുടെ വലിയൊരു വിജയമാണിത്. നമ്മളൊരു യുദ്ധം ജയിക്കുന്നതിനേക്കാളും അതിൻ്റെ പ്രതികളെ, ഈ ക്രൂരന്മാരെ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ 4 പേരെ, ഈ ആക്രമണം നടത്തിയ, നിറയൊഴിച്ച, നിരപരാധികളുടെ നേരെ നിറയൊഴിച്ച ഈ 4 പേരെ ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ്. അത് ഈ കൂട്ടത്തിൽ അവരുണ്ടെന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. ഇവരിൽ നിന്ന് പുറത്തുവിടാത്തതായിരിക്കും. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പുറത്തെ ആളുകൾ ഇതല്ലാതെ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാനിടയാണ്. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പം ഇവരാണെന്ന് പറയുന്നു. ഇത് കൂടാതെ വേറെയും സംഘാംഗങ്ങൾ നമ്മളെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ രക്ഷപ്പെടാം എന്നൊരു തോന്നലുണ്ടാക്കും. അതുകൊണ്ടാണ് ഇത് ഫൈനലായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. തൽക്കാലം പതുക്കെ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇതിന് അവസാനമായിട്ടുള്ളൊരു ഫലത്തിലേക്ക് പോവുക, വിജയകരമായ ഒരു ഓപ്പറേഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആ പ്രതികൾ ഇത് സമ്മതിക്കുക, കുറ്റം സമ്മതിക്കുക. സമ്മതിച്ചില്ലെങ്കിൽ തെളിവുകൾ മുഴുവൻ മാച്ചിങ് ആയിട്ട് കോടതിയിൽ ഹാജരാക്കാൻ സാഹചര്യം ഉണ്ടാക്കുക. അതിന് തടസ്സമാവുന്ന ഒന്നും NIA തൽക്കാലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. മാധ്യമങ്ങൾക്ക് പ്രത്യേക ഡയറക്ഷൻ, തത്സമയ സംപ്രേഷണം പാടില്ല. നേരിട്ടുള്ള സംപ്രേഷണം ഒന്നും പാടില്ല. അതെന്താണ്? ശത്രുക്കളെ സഹായിക്കും. യുദ്ധവാർത്തകളൊന്നും കൊടുക്കരുതെന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഒഫീഷ്യലായിട്ട് പറഞ്ഞ കാര്യങ്ങളെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇത് പിടിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, നേരത്തെ തന്നെ നടന്നിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ്റെ ഒരു സമാപ്തിയാണിത്. വിജയിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി പറഞ്ഞ പോലെ wherever you are, we will trace you. ഭൂമിയുടെ ഏതറ്റം വരെ പോയാലും നിങ്ങളെ ട്രേസ് ചെയ്യും. ഒരറ്റവും പോകേണ്ടി വന്നില്ല. കാശ്മീരിലെ പഹൽഗാമിൽ വെച്ച് തന്നെ അവരെ കയ്യോടെ പിടികൂടിയിരിക്കുന്നു. NIA-യുടെ നെറ്റിൽ വന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ഇനി ലോകത്തോട് സത്യം വിളിച്ചു പറയുക, അതെന്നുള്ള ചെയ്ത കുറ്റം സമ്മതിക്കുക, ഉള്ള സത്യം തുറന്നു പറയാൻ ശിക്ഷ ഏറ്റുവാങ്ങുക. സഹായിച്ചത് പാകിസ്ഥാനാണെന്ന് ഇപ്പോൾ ഏകദേശം അവർ തന്നെ പറഞ്ഞ് ലോകം അറിയാൻ പോവുകയാണ്. പാകിസ്ഥാൻ്റെ റെക്കണിങ് അവേഴ്സാണിത്. അവർ ഓഫ് റെക്കണിങ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.